എല്ലാവർക്കും നമസ്കാരം. അതിഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അതിനേക്കാൾ ചൂടാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്. പക്ഷെ അതിനിടയിൽ ചെറിയ ഒരു ടൂർ പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിങ്ങനെ പോയപ്പോൾ കേരളത്തിലാകെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ രാഷ്ട്രീയമായി കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പല നിരീക്ഷണങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പലരുമായി സംസാരിക്കാൻ കഴിഞ്ഞു. ഓട്ടോ ഡ്രൈവർമാർ, മറ്റ് ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, പിന്നെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ആളുകളോടൊക്കെ ഈ രാഷ്ട്രീയം കൂടി സംസാരിക്കാൻ പറ്റും, പല മണ്ഡലങ്ങളെക്കുറിച്ച്. പൊതുവെ അപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഇലക്ഷന് 4 ദിവസം മാത്രമാണുള്ളത് നമ്മുടെ മുന്നിൽ. 9-ാം തീയതി ഇലക്ഷനാണ്. അതിനിടയിൽ നരേന്ദ്രമോദി വന്നു, രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു, JP നദ്ദ വന്നു, വൃന്ദ കാരട്ട് വന്നു. അങ്ങനെ വളരെ പ്രമുഖരായ നേതാക്കൾ ഓരോ പാർട്ടിക്കും വന്ന് ഇവിടെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നു. ഇനിയും പലരും 4 ദിവസത്തിനകത്ത് വരികയും ചെയ്യും. എന്താണിപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം? അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ആളുകളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. കൗതുകമുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. ആളുകൾ പറയുന്നത് ഭരണമൊക്കെ കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പിണറായി മാറണം, പിണറായി ശരിയല്ല, പിണറായിയുടെ പ്രവർത്തനങ്ങൾ, പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല, വികസനം ബന്ധിപ്പിച്ചിട്ടല്ല. അതാണ് എൻ്റെ രസകരമായ കാര്യം. ഇനി കണക്കുകൾ കൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ 2019 ശബരിമല വിഷയം കൂടെ വന്നപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് ആരിഫ് ഒഴിച്ച്, ആലപ്പുഴയിൽ ആരിഫ്, CPMൻ്റെ ആരിഫ് ഒഴിച്ച് 19 സീറ്റും പിടിച്ചു. ആര്? UDF. പാട്ടുംപാടി ജയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയാണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ കാസർഗോഡ് കോൺഗ്രസ്സുകാരും ലീഗുകാരും പ്രതിഷേധ പ്രകടനം നടത്തി. പക്ഷേ ട്രെയിനിൽ ചെന്നിറങ്ങിയപ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ ആളില്ലായിരുന്നു. പക്ഷേ ആ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ജയിച്ചു. അതേ മോശമായതുകൊണ്ടല്ല, കാസർഗോഡ് വേണ്ട എന്നവർ പറഞ്ഞതുകൊണ്ടാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ജയിച്ചു, 19 സീറ്റ് പിടിച്ചു. 2019 UDF. എന്നാൽ 2021 തൊട്ട് 2 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റോളം പിടിച്ച് LDF അധികാരത്തിൽ വന്നു. 2ാം ഭരണം വന്നു. ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് UDF പിടിക്കുകയും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF പിടിക്കുകയും ചെയ്യുന്ന ചിത്രം മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ഭരണത്തിലിരിക്കുമ്പോൾ, ആ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, LDF ഭരണത്തിലിരിക്കുമ്പോൾ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും 19 സീറ്റ് ജയിച്ചു. ചേലക്കരയിലെ മുൻ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ റിസർവേഷൻ സീറ്റിൽ നിന്നിരുന്ന രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച രാധാകൃഷ്ണൻ ഒഴിച്ച് വീണ്ടും 19 സീറ്റ് UDF പിടിച്ചു. അതിനേക്കാൾ കൗതുകമായി കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടായതിനു ശേഷം നാളിതുവരെ ഒരു പ്രാവശ്യം മറ്റാണ് UDFന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ സമയത്തും പാർലമെൻറ്റ് പോയാലും അസംബ്ലി പോയാലും സകല സ്ഥലം പോയാലും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ LDFനോടൊപ്പം നിൽക്കും, UDFനെ ഉപേക്ഷിക്കും. പക്ഷെ ആ രാഷ്ട്രീയ സാഹചര്യവും മാറി. ഭരണത്തിലിരിക്കുമ്പോൾ തന്നെയാണ്. അന്ന് പക്ഷേ ശബരിമല വിഷയമില്ല. ശബരിമല വിഷയം ജസ്റ്റ് തുടങ്ങി. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അതിശക്തമായി LDF പിറകിലേക്ക് പോയി. ശക്തമായ രീതിയിൽ UDF മുന്നേറി. അത് കഴിഞ്ഞിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2-3-4 മാസമേ ഡിസംബറിലായിരുന്നു. അത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ആ ഞാൻ വീണ്ടും ഭരണവിരുദ്ധം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ നിൽപ്പുണ്ട്. ഇനി 2019 നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ജനങ്ങൾ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ വോട്ട് ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം കൃത്യമായി UDFലായിരുന്നു. കുറച്ച് പേര് LDFലുണ്ടായിരുന്നു. പിണറായിയുടെ ഒരു ചില പ്രകടന പരിപാടികളൊക്കെ ഉണ്ട്. 24 ആകുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? വീണ്ടും മുസ്ലിം വിഭാഗങ്ങൾ UDFൽ തന്നെ പോയി, ക്രിസ്ത്യൻ വിഭാഗത്തിലൊരു ഭാഗം കൂടി UDFൽ പോയി. അപ്പോൾ UDF വലിയ വോട്ടിൽ ജയിച്ചു.
എന്നാൽ 21-ലെ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ കുറേ സപ്പോർട്ട് LDF-ന് കിട്ടി. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമ്പൂർണമായി ന്യൂനപക്ഷത്തിൻ്റെ കൺസോൾട്ടേഷൻ UDF-ന് ഉറപ്പാക്കാൻ പറ്റി. ഇതാണ് ലേറ്റസ്റ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കംപ്ലീറ്റ് വോട്ടും ഉറപ്പാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ നിലനിർത്തുമോ എന്നതാണ് ചോദ്യം. നിലനിർത്തിയാൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ വരും. ഇനി വേറൊരു ചോദ്യമുണ്ട്. 2021 അല്ല പിന്നെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 19% സീറ്റ് പിടിച്ച UDF NDA ജനതാ BJP അടക്കമുള്ള NDA 19% വീട്ട് പിടിച്ച NDA പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 14%. ആരാണ് 5% മാറിപ്പോയത്? ക്രിസ്ത്യ വിഭാഗത്തിലുള്ളവരാണ് മാറിപ്പോയത്. ആ മാറിപ്പോയ ക്രിസ്ത്യ വിഭാഗത്തിലുള്ളവരെ തിരിച്ചു പിടിക്കാൻ BJPക്ക് കഴിയുമോ? BJP സീറ്റ് പിടിക്കും. കഴിഞ്ഞില്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് LDF-ൻ്റെ ഒരു ത്രെഡ് അവിടെയാണ് കിടക്കുന്നത്. ത്രെഡല്ല, ത്രെട്ട്, ഒരു ഭീഷണി കിടക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി സമ്പൂർണ്ണമായി UDF-ലേക്ക് പോയി കഴിഞ്ഞു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സമ്പൂർണ്ണമായി UDF-നോടൊപ്പം ഇപ്പം നിൽക്കുന്നത്. അതിൽ ബ്രേക്കപ്പ് ഉണ്ടാക്കാൻ അതിനെ ബ്രേക്ക് ചെയ്യാൻ LDF-നും BJPക്കും കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി ഹിന്ദുക്കളിൽ ഈഴവ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ശക്തമായ LDF-ൻ്റെ വോട്ട് ബാങ്ക്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. പക്ഷേ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇപ്രാവശ്യം BJP വലിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. അതിലൊരു ഭാഗം വോട്ട് BJP കൊണ്ടുപോകും. അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് സമ്പൂർണ്ണമായി UDF കൊണ്ടുപോവുകയും ഹിന്ദു വിഭാഗത്തിലെ ഈഴ വിഭാഗത്തിൻ്റെ കുറച്ച് വോട്ട് കൃത്യമായി BJP കൊണ്ടുപോവുകയും ചെയ്താൽ ശക്തമായ ത്രികോണ മത്സരമുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ BJP മുന്നണിയും കൂടെ വന്നപ്പോൾ 3 പേരും വന്ന് ത്രികോണ മത്സരമായിരിക്കുന്നത്. ഇനി ഇടതുപക്ഷത്തെ ബാധിക്കാൻ പോകുന്നൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടതുപക്ഷത്തിൽ നാളിതുവരെ വിശ്വസിച്ചിരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ന്യൂനപക്ഷം, അത് ഭൂരിപക്ഷമല്ല, എല്ലാ ജാതിയിലും പെട്ടവരുണ്ട്. ജാതിയിൽ വിശ്വസിക്കാത്തവരുണ്ട്. യുക്തിവാദികൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, ഇങ്ങനെ കുറേ ബുദ്ധിജീവികളടക്കമുള്ള കുറേ അധികം ആളുകൾ ഇപ്രാവശ്യം പിണറായിക്ക് വോട്ട് ചെയ്യില്ല. ആ വോട്ട് UDF-ന് കിട്ടാൻ സാധ്യതയുണ്ട്. പരിസ്ഥിതി സംഘടനകൾ ഒരു കാരണവശാലും പിണറായിക്ക് വോട്ട് ചെയ്യത്തില്ല. ആ വോട്ടുകൾ UDF-ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ആദിവാസി വിഭാഗത്തിലുള്ള CK ജാനു UDF-ൻ്റെ കൂടെ പോയി. വേറെ കുറച്ച് ആളുകൾ, ഗീതാനന്ദനെ പോലെയുള്ള കുറച്ച് ആളുകൾ, ഒരു 10-50 ആദിവാസി സംഘടനകളുടെ നേതാവായിട്ടുള്ള അവരൊരു കൂട്ടായ്മ, ഒരു ദളിത് കൂട്ടായ്മ ആൾറെഡി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്താൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സമ്പൂർണ്ണമായി UDF-ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഈഴവ വോട്ടുകൾ BJP കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റിയാൽ, കുറേയെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയാൽ, ഇടതുപക്ഷത്തിലെ പുരോഗമനപരമായ അല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്ക് ആലോചിക്കുന്ന കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത എന്ത് വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാത്തൊരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടി UDF-ന് കിട്ടിയാൽ, അതിൽ കുറച്ചെങ്കിലും BJPക്ക് കിട്ടിയാൽ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ വലിയ ഒരു മാർജിൻ ഇല്ലാതെ UDF അധികാരത്തിൽ വരും. ഇപ്പോഴും കേരളത്തിൽ UDF-നാണ് ഒരു എഡ്ജുള്ളത്. ആ എഡ്ജ് 4 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. 10% വോട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എല്ലാം തകിടം മറിയുന്നൊരു ചിത്രമാണ് കേരളത്തിൻ്റെ ചിത്രം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്ന UDF-ൻ്റെ എഡ്ജ്. ഇനി ഒരു ലാസ്റ്റ് പോയിന്റ്, UDF-നകത്ത് ഒരു പടലപ്പിണക്കമുണ്ട്. നമ്മൾ പുറത്തില്ല എന്ന് പറഞ്ഞാലും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു പടലപ്പിണക്കമുണ്ട്. അത് സംഘടനാപരമായി അവരെ ബാധിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അത് അകത്ത് നടക്കുന്നൊരു അന്തർനാടകമായിരിക്കും. അങ്ങനെ അവർ പരസ്പരം കാലുവാരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ഒരുപാട് ഫൈമിയ കാമുകന്മാരുണ്ട്. അവർ കാലുവാരുമ്പോൾ ദീപ്തി വേരി വർഗീസിനെ പോലെയുള്ള ആളുകൾ ഓരോ സ്ഥലത്ത് കൊണ്ടുണ്ട്. ഇപ്പോൾ ജോസഫ് വാഴയ്ക്കൻ, അജയ് തറയിൽ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. സുബ്രഹ്മണ്യം, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. മലയങ്കിഴി വേണുഗോപാൽ, ഇങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ അവരുടെ കൂടെ, അവർ കാര്യമില്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്ത് സമീപനം എടുക്കും എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് UDF-ൻ്റെ വിജയം നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു അപ്പർ എഡ്ജ്, ഈ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും അപ്പർ എഡ്ജ് കേരളമാകെ സഞ്ചരിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ UDF-നാണ്.